എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 18-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ മുതൽ സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ വിതരണം സജീവമാകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കയ്യിൽ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാനും ചുരുക്കം സ്ഥലങ്ങളിൽ ആ ഒരു തുകയുടെ വിതരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കയ്യിൽ പെൻഷൻ ഇതിനകം ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. 15-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത്. ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയും 1045 കോടി രൂപ ഇതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 15-ാം തീയതി വൈകുന്നേരം 6:30-ക്ക് ശേഷമാണ് ആരംഭിച്ചത്. 16-ാം തീയതി പകലോടുകൂടി ഭൂരിഭാഗം ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തി. ഇനിയും അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പണം അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മറക്കരുത്. പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് മൂലം മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉടനെ തന്നെ, അതായത് 20-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഓരോ മാസം വൈകുന്തോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. കയ്യിൽ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. സജീവമാകുന്നത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ട്രഷറി മുഖാന്തരം പണവും ലിസ്റ്റും എത്തിക്കഴിഞ്ഞാൽ വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 25-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഡിസംബർ മാസത്തേത് പൂർണ്ണമായിട്ടും എല്ലാവർക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. സംസ്ഥാനത്ത് വോട്ടർമാർ SIR-ഓട് കൂടി പുറത്തേക്ക് പോവുകയാണ്. SIR-ന്റെ കണക്കെടുപ്പിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ സംസ്ഥാനത്ത് 10% വോട്ടർമാർ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ല. 25,1012 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇതിൽ 6.44 ലക്ഷം പേർ മരണപ്പെട്ടതായി കണ്ടെത്തി. 7,11,958 പേരെ കണ്ടെത്താനായിട്ടില്ല. 1.93 ലക്ഷം പേർ ഫോം തിരികെ തരാൻ വിസമ്മതിച്ചവരാണ്. കണ്ടെത്താൻ കഴിയാത്തവർ, സ്ഥിരം താമസം മാറിയവർ എന്നിവരെ ഡ്രാഫ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ആവശ്യമുയർന്നു. ഇതുവരെ കണ്ടെത്താനാവാത്ത 25 ലക്ഷം വോട്ടർമാരുടെ പേരുകൾ ഉടൻ BLOമാർക്ക് പരിശോധനയ്ക്ക് കൈമാറുമെന്നും ഡോക്ടർ രത്തൻ കേൽക്കർ പറഞ്ഞു. മരിച്ചവർ, സ്ഥിരമായി താമസം മാറിയവർ, മറ്റു സ്ഥലത്ത് പേര് ചേർത്തവർ, മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ എന്നിവരെയാണ് പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം തർക്കമുള്ളവർക്ക് രേഖകൾ ഹാജരാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള അവസരം നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അതേസമയം കണക്കുകളിൽ വ്യക്തത ഇല്ലെന്നും SIR നടപടികളുടെ കാലാവധി വീണ്ടും നീട്ടണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിയമവിരുദ്ധമാണ് എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. SIR അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ച മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണം. EVM മെഷീനുകളുടെ വിശ്വാസ്യതയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്നും മനീഷ് തിവാരി പറഞ്ഞു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്താകും. 22 ലക്ഷം പേരിൽ വലിയ പങ്കും പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതിക്ക് വേണ്ട കേന്ദ്ര വിഹിതം കുറക്കും. മറ്റ് കേന്ദ്ര പദ്ധതികളെ പോലെ കുടിശ്ശിക കൂടിയായാൽ പദ്ധതി പൂർണ്ണമായും നിർജീവമാവുകയും ചെയ്യും. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് BVG റാംജി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് തിരിച്ചടിയാവുക. നിലവിൽ അംഗങ്ങളായ 22 ലക്ഷം പേരിൽ പകുതിയിലധികം പദ്ധതിക്ക് പുറത്താകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ട് എങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താൻ സാധ്യത വിരളമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക. ഇതോടെ പദ്ധതി ചുരുങ്ങും. കാർഷിക സീസണുകളിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കാൻ ഇടയാക്കും. തൊഴിലുറപ്പിലൂടെ നടപ്പിലാക്കി വരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണത്തെയും പുതിയ നിയമം ബാധിക്കും.
നിലവിൽ 4000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായി കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാനം വഹിക്കണം എന്നാണ് പുതിയ നിബന്ധന. ഇതനുസരിച്ച് കേരളം 1600 കോടി രൂപ മുടക്കേണ്ടി വരും. ബാക്കിയുള്ള കേന്ദ്ര ഫണ്ടിനും ഉപാധികളുണ്ട്. നിശ്ചയിച്ചതിനപ്പുറം ചിലവാക്കിയാൽ സംസ്ഥാനം തുക വഹിക്കണം. വേതനം താമസിച്ചാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് ഇനി നൽകേണ്ടത്. പുതിയ നിബന്ധനകൾ എല്ലാം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കും സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്നാണ് ചുരുക്കം. അവിദഗ്ധ കായിക തൊഴിലിന് സന്നദ്ധനായ ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇനി എന്ന് വരെ രാജ്യത്ത് ഉണ്ടാകും എന്ന ചോദ്യമാണ് ഉയരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മൻമോഹൻ സിംഗ് UPA സർക്കാർ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലക്ഷക്കണക്കിന് സ്ത്രീകൾ അടക്കമുള്ളവരുടെ ഉപജീവന മാർഗമായതുകൊണ്ട് ഭേദഗതി ബിൽ കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഈ ചോദ്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് കൂലി നൽകാൻ പണം കൊടുക്കാതെയും ബജറ്റ് വെട്ടിക്കുറച്ചും തൊഴിലുറപ്പിനെ ഇല്ലാതാക്കാൻ BJP സർക്കാർ നടത്തുന്ന നീക്കം പൂർണ്ണമായി എന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു. ബജറ്റ് ഇതുവരെ വെട്ടിക്കുറക്കൽ ഇങ്ങനെയാണ്: 2021-22 7.5 കോടിയുടെയും 2022-23 മുതൽ 2024-25 വരെ 6 കോടിയുടെയും നിലവിലെ സാമ്പത്തിക വർഷത്തിൽ 5 കോടിയുടേതുമായിരുന്നു ലേബർ ബജറ്റ്. 2023-24 10.5 കോടി തൊഴിൽ ദിനങ്ങളാക്കി കേന്ദ്രം പിന്നീട് അനുമതി നൽകി. കഴിഞ്ഞ വർഷം 6 കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചപ്പോൾ സംസ്ഥാനം നൽകിയത് 9.07 കോടിയാണ്. ഇത്തവണ 5 കോടി അനുവദിച്ചപ്പോൾ കേരളം ഇതിനകം നൽകിയത് 5.53 കോടിയും. പുതിയ ബിൽ പ്രകാരം ഇക്കൊല്ലത്തെ അധിക ചെലവ് കേന്ദ്രം നൽകില്ല. മറ്റൊരു കാര്യം, പഞ്ചായത്തുകൾ പദ്ധതിയിൽ നിന്ന് പുറത്താകും. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് പറയുമ്പോഴും പദ്ധതി ഏതൊക്കെ പഞ്ചായത്തിൽ വേണമെന്ന് കേന്ദ്രം ഇനി തീരുമാനിക്കും. ഈ വ്യവസ്ഥയെ സംസ്ഥാനം എതിർക്കുന്നുണ്ട് എങ്കിലും ഇത് നടപ്പിലാവാൻ സാധ്യതയുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന പഞ്ചായത്തുകൾക്കായി ദുരുപയോഗം ചെയ്യും എന്ന് സംശയിക്കുന്നു. സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിന് പുറമെ കൊണ്ടുവരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് എന്ന് മറ്റൊരു ആരോപണവും ഉണ്ട്. നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇതുവരെ വേതന വിതരണത്തെ ബാധിച്ചിരുന്നില്ല. പുതിയ നിയമപ്രകാരം ഫണ്ട് തടയും. ആവശ്യപ്പെടുന്ന കുടുംബങ്ങൾക്ക് ചുരുങ്ങിയത് 100 ദിനങ്ങൾ തൊഴിൽ ദിനം ലഭ്യമാക്കുകയും തൊഴിലവകാശമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ ആശയം തന്നെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുമെന്നാണ് കുറ്റപ്പെടുത്തൽ. തൊഴിലാളികളുടെ തൊഴിൽ ആവശ്യം എത്രയാണോ അതനുസരിച്ച് നൽകാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുവരെ കഴിഞ്ഞിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം സംസ്ഥാനത്തിനുള്ള സാമ്പത്തിക വർഷത്തെ വിഹിതം വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇനി നിശ്ചയിക്കും. ഇതിന് പുറമെ വരുന്ന ചെലവുകളെല്ലാം സംസ്ഥാനങ്ങൾ വഹിക്കണം. ഇനി അങ്ങോട്ട് അധിക തൊഴിൽ ദിനങ്ങളുടെ ബാധ്യത പൂർണ്ണമായും സംസ്ഥാനത്തിനാകും. അതായത് ഇനി അധികം തൊഴിൽ ദിനങ്ങൾ ലഭിക്കില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം. വർഷം ശരാശരി 4000 കോടി രൂപയാണ് സംസ്ഥാനത്ത് ചെലവ് വരുന്നത്. പുതിയ വ്യവസ്ഥയിൽ എല്ലാ ചെലവിന്റെയും 40% സംസ്ഥാനം ഇനി വഹിക്കേണ്ടി വരിക. ചുരുക്കി പറഞ്ഞാൽ കാലങ്ങളായി രാജ്യത്തെ പാവങ്ങൾക്ക് ആശ്രയമായിരുന്ന ഒരു പദ്ധതിയാണ് ആകെ അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ആരോപണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.